ജസ്റ്റ് ഒന്ന് വണ്ടി ഒതുക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വണ്ടി നിർത്തിയതാണേ. നമ്മൾ അവിടെ ചെന്ന വേറൊരു വൈബും ഫീലും ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നമ്മളിനി എത്ര വലിയ ടെൻഷൻ അടിച്ച് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ എന്താണ് നമ്മുടെ സങ്കടവും വിഷമവും എല്ലാം പോയി നമുക്ക് ചുറ്റും എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതുപോലെ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ നമ്മൾ പറയത്തില്ല, നമ്മുടെ ചുറ്റുമുള്ളതൊന്നും നമ്മൾ കാണത്തില്ല. നമ്മൾ വേറെ ഏതോ ഒരു മാന്ത്രിക വലയത്തിൽ എന്ന പോലെയാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോഴേ. നമ്മൾ പണ്ടൊക്കെ ഉള്ള നമ്മളെ കേരളത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണത്തില്ലേ, നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ കാണുന്ന അതേ സെയിം ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വട്ടവട. പിന്നെ എന്താണ്, ഭൂപ്രകൃതിയിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അവിടെ നമ്മൾ തട്ടുകളായിട്ട് തിരിച്ചിട്ട് വീടുകളും കൃഷികളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഓരോ സ്ഥലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ തനി എന്താണ് നൊസ്റ്റാൾജിക് ഫീലാണ് നമ്മുടെ കേരളത്തിൻ്റെ. നമ്മളിപ്പോൾ സീസണിലാണ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മൊത്തം കോട് ഇറങ്ങി കിടക്കുമായിരുന്നേനെ. പക്ഷേ എന്താണ്, നമുക്ക് ഭാഗ്യമില്ലാതെ പോയി ഗേസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു സ്ട്രോബെറി തോട്ടത്തിലാണ് കേട്ടോ. അതിൻ്റെ അവിടെ തന്നെ എന്താണ് ചെറിയൊരു വീട് പോലത്തെ ഒരു സംഭവം. അതിന് ചുറ്റും എന്താണ് ഇതുപോലെ കൃഷിപ്പാടങ്ങളും അതുപോലെ എന്താണ് മലയും കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. വട്ടവടക്കാരുടെ പ്രധാന ഉപജീവന മാർഗ്ഗം എന്ന് വെച്ചാൽ കൃഷി തന്നെയാണ് കേട്ടോ. ഇതുപോലെ സ്ട്രോബെറി, അതുപോലെ എന്താണ് ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. എല്ലാ വീട്ടിലും എന്താണ് എന്തെങ്കിലുമൊക്കെ എന്താണ് ഇതുപോലെ എന്തെങ്കിലും കൃഷികൾ കാണും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ കൂടുതലും വരുമ്പോൾ ഇതേപോലെ സ്ട്രോബെറി തോട്ടങ്ങളാണ് കേട്ടോ കാണുന്നത്. ഈ നിൽക്കുന്നതാണ് നീലക്കുറിഞ്ഞി കേട്ടോ. നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവും, ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കും കേട്ടോ. സംഭവം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്നത് ഈ ഒരു റോസ് ചെടിയുടെ വിത്ത് ഉണ്ടാവുമെന്ന് അവിടെ ഉള്ളൊരു അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അപ്പൂപ്പൻ വിചാരിച്ച് ഞാൻ ചോദിച്ചത് ബേക്കിൽ നിൽക്കുന്ന ചെടിയാണെന്ന്. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, അയ്യോ മോളെ അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് തരണത് കൊണ്ട് വിഷയമല്ല, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോയ ചെക്കിങ് ഉണ്ടെങ്കിൽ പോലീസ് പിടിക്കും, പിന്നെ എന്താണ് ജയിലിലേക്ക് ആവും, ഇത്രയും വർഷം ജയിലിൽ കിടക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ അത് ഈ ചെടിയുടെ കാര്യമാണ് അപ്പോൾ പറഞ്ഞതെന്നൊന്നും കൂടെ ചോദിച്ചു. അപ്പം പറഞ്ഞാൽ അല്ല മോളെ, അതിൻ്റെ ബേക്കിൽ നിൽക്കുന്ന നീലക്കുറിഞ്ഞിയാണ്, അതാണ്, അത് നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് ഗേസ് ഞാൻ ആദ്യമായിട്ട് നീലക്കുറിഞ്ഞി കാണുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താണ് തിരിച്ച് വരാൻ നേരത്തെ എനിക്ക് അപ്പം കുറച്ച് വിത്തൊക്കെ എടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളെന്താണ് അവിടെ ഇറങ്ങിയില്ല. കാരണം നമുക്ക് സമയം താമസിച്ചത് കൊണ്ട് പെട്ടെന്ന് തിരിച്ച് വരണമല്ലോ. 6 മണിക്ക് മുമ്പ് നമ്മളെന്താണ് ഗേറ്റിൽ കിടക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടില്ലായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം അപ്പൂപ്പൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ ശേഷം നേരെ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കയറി പറിക്കാനായിട്ട് പറ്റത്തില്ല. അവരെന്താണ് നെറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ നിന്ന് പറിച്ച് എന്താണ് മെഗലൊരു കട പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നമുക്ക് എന്താണ് തൂക്കി വാങ്ങിക്കാമേ. അങ്ങനെ പിന്നെ കുറച്ച് നേരം പിന്നെ ഇവിടെ ആയിരുന്നു ഇതൊക്കെ കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നടന്നു നോക്കാം. എന്താണ് നേരെ സമയം അങ്ങനെ പോയി. ഇവർ ഈ കൃഷിസ്ഥലം എല്ലാം എന്താണ് ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ട് ഓരോന്നിലും ഓരോരോ കൃഷിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് എന്താണ് എല്ലാം ഇങ്ങനെ വിത്തൊക്കെ നട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സീസൺ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം പാകമാവാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിറഞ്ഞിങ്ങനെ അതെല്ലാം പാകമായിട്ട് നിൽക്കണതാണ് നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ പോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ വീണ്ടും പോകാനായിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വട്ടവട. അതുപോലെ തന്നെ മൂന്നാർ എന്നൊക്കെ പറഞ്ഞാൽ നീലക്കുറിഞ്ഞി ഇതാണ് നീലക്കുറിഞ്ഞില്ലേ. തന്നെ ചാച്ചാ അമ്മച്ചി പറഞ്ഞു അങ്ങനെ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് തന്നെ അവിടെ നിന്നാണ് ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. നല്ല വിശപ്പായിട്ടുണ്ട്. 3 മണിക്ക് കഴിഞ്ഞ്
അപ്പോൾ എന്തുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ചെറിയ കടയാണ്, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. സീസണൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അങ്ങനെ നമ്മളിതാ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ആക്കിയത്. ബിരിയാണി ഉണ്ടായിരുന്നു, ഊണം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞ്, കാരണം മൂന്നാർ വന്നിട്ടും ബിരിയാണി നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നേ. ഷോ കാണിച്ച് ബിരിയാണി കമത്താമെന്നൊക്കെ വിചാരിച്ചതാണ് കേസ്. പക്ഷേ ബിരിയാണി എല്ലാം കൂടെ മഴയിടുന്ന ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കഴിച്ചിട്ട് കാണാം. വട്ടവട നാട് അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വട്ടവട റോഡിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഇങ്ങനെ ചാടിയാണ് പോണത്. അപ്പം നിങ്ങൾ വിചാരിക്കും കുതിരപ്പുറത്താണ് പോണത്. നല്ല നമ്മുടെ ശകടത്തിൻ്റെ മണ്ടേ തന്നെയാണ് പോണത്. പക്ഷേ റോഡ് മൊത്തം കട്ടറാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വട്ടവട ഗ്രാമം. കണ്ട വീടുകളും ഫാമൊക്കെ ഇരിക്കുന്നത് കണ്ട നല്ല രസമാണ്. കുറച്ചും കൂടെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇതെൻ്റെ വീഡിയോ ഇങ്ങനെ ചാടി എടുത്തത് കൊണ്ടാണ് കാണാൻ ഒരു രസമില്ലാത്തത്. പിന്നെ ഇതാ നമ്മളെ സ്ഥലത്തെത്തിയിരിക്കുന്ന മെയിൻ പോയിന്റിലെത്തിയിരിക്കുന്ന ഇതാണ് നമ്മുടെ വട്ടവട ഒരു ജംഗ്ഷൻ എന്നൊക്കെ പറയാം. വലിയ കുറച്ച് കടകളും കാര്യങ്ങളും അമ്പലം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കുറേ ജീപ്പുകളൊക്കെ കൊണ്ടിട്ട് ജീപ്പ് സവാരിക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ വണ്ടി കൊണ്ടുവരുമ്പോഴത്തേനും ഒരുപാട് പേര് ഓടി നമ്മളെ വണ്ടിയെ പൊതിയും. കാണാമെന്ന് വെച്ചാൽ അവരെ ഫാമിലോട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് വന്ന ഒരു ചേട്ടനെ നമ്മളെന്താണ് ചേട്ടൻ്റെ ഫാമിലോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടനും കൂടെ നമ്മുടെ കാറിലോട്ട് കയറിയിട്ടാണ്. അതിന് പുള്ളിക്കാരൻ്റെ ഫാമിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട്ട് താഴെയാണ് ഫാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വട്ടവട വന്നാൽ മെയിനായിട്ട് കാണാനുള്ളത് ഈ ഗ്രാമഭംഗി തന്നെയാണ് കേട്ടോ. അതുപോലെ കുറേ സ്ട്രോബെറി പാടങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിലും നമ്മളെന്താണ് ജീപ്പ് സവാരി എടുത്തിട്ട് ഫോറസ്റ്റിൽ ഉള്ളിലോട്ട് ചെന്നാൽ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും എടുത്തിട്ടില്ല, കാരണം നമുക്ക് സമയം കുറവായിരുന്നു. അതുപോലെ നമ്മൾ ഈ വട്ടവടയിൽ നിന്നുള്ളത് നമ്മുടെ ലിസ്റ്റിലേ ഇല്ലായിരുന്നു. നമ്മൾ മൂന്നാർ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്താണ് ആമറൂനെ വിചാരിച്ചാണ് നമ്മൾ വട്ടവട വരെ എത്തിയത് കേട്ടോ. അവന് സ്ട്രോബെറി പറിക്കണം, ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ട്രോബെറി പറിക്കണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മളെന്താണ് മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയത്. ഫസ്റ്റ് അവിടെ ചെന്നപ്പോഴേക്കും വാങ്ങിക്കാൻ പറ്റി, പക്ഷേ നമുക്ക് പറിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എന്താണ് പിന്നെയാണ് പറഞ്ഞാൽ വട്ടവട ചെന്നാൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ ഡയറക്റ്റ് വട്ടവടയായിട്ട് പിന്നെ വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും അവനെന്താണ് ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരും എന്ന് പറഞ്ഞത് കണക്ക് അവനെന്താണ് ഒരു സ്ട്രോബെറി പറിക്കാനുള്ള ആഗ്രഹത്തിൽ അവനൊരു 100 സ്ട്രോബെറിയോളം പറിച്ചെടുക്കാനും കിട്ടുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് അവൻ ഹാപ്പിയായി. നമ്മളും കൂടെ എന്താണ് ഇത്രയും മനോഹരമായൊരു സ്ഥലം കണ്ടതിൽ നമ്മളും ഡബിൾ ഹാപ്പിയായി. എന്നതാ നമ്മുടെ ഫാമിലോട്ടുള്ള യാത്രയിൽ ആ ചേട്ടൻ്റെ വീട്ടിനടുത്തുള്ള റോഡിൽ സൈഡിലായിട്ട് നമ്മൾ വണ്ടി ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് നടന്ന് വേണം പോകാനായിട്ട്, വീട് വരെ വണ്ടി പോകത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കാനായിട്ട് പോകണമെങ്കിൽ തോട്ടിൻ്റെ സൈഡിലൂടെ ഉള്ളൊരു ചെറിയ വഴിയാണ് കേട്ടോ. അതിലൂടെ നമുക്ക് എന്താണ് ഈ തോടും വയലും ഒക്കെ കണ്ട് ഇങ്ങനെ പോവാം. നല്ല രസമാണ് കേട്ടോ നമുക്ക് കാണുമ്പോഴത്തേനും. പക്ഷേ നമ്മളിവിടേക്ക് ഇതേപോലെ തോടും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ആസ്വദിക്കില്ല. പക്ഷേ എന്താണ് വേറൊരു സ്ഥലത്ത് ചെന്ന് അത് കാണുമ്പോൾ നമുക്ക് എന്തോ വലിയൊരു സംഭവമായിട്ട് തോന്നും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഓരോ വീട്ടിലും ചെറിയൊരു ഫാം പോലെ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ഐറ്റംസ് കാണും കേട്ടോ. കൂടുതലും സ്ട്രോബെറീസും ക്യാരറ്റും ഒക്കെയാണ്. അപ്പോൾ എന്താണ് ഈ ഫാമിൻ്റെയൊക്കെ ഓണേഴ്സ് എന്താണ് റോഡിൽ വന്ന് നിന്നിട്ട് ഇതേ കണക്ക് ടൂറിസ്റ്റുകളും മറ്റുമൊക്കെ വരുമ്പോഴത്തേനും അവരെ കൺവിൻസ് ചെയ്തിട്ട് അവരുടെ ഫാമിലോട്ട് കൊണ്ടെത്തിക്കണം. ഇതാണ് ടാസ്ക് എന്ന് വെച്ചാൽ. കുതിര
അവസാനം എന്താ നമ്മുടെ ആ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് ഫാം. അപ്പോൾ എന്താണ് ഈ വീടൊക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ ഒരു തമിഴ്നാട് ഒരു മോഡലിലാണ് കേട്ടോ ഒരു വീട്. നമ്മൾ പെട്ടെന്ന് തമിഴ്നാട്ടിലോട്ട് വന്നതുപോലെ തോന്നും. തമിഴ്നാട് ടച്ചാണ്. ഇവരുടെ ലാംഗ്വേജ് എന്താണ് തമിഴും മലയാളമൊക്കെ കലർന്നതും തമിഴ് സംസാരിക്കുന്നവരുണ്ട്. മലയാളവും അറിയുന്നാലും ഇവരുടെ സംസാരം തമിഴും മലയാളവും കൂടെ കൂടിക്കലർന്ന ഒരു സംസാരമാണ് കേട്ടോ. നമുക്ക് കേൾക്കുമ്പോൾ നല്ല എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അവരുടെ സംസാരം കേൾക്കാനായിട്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ. പക്ഷേ അതിൻ്റെയൊക്കെ കളറായിരുന്നു സൂപ്പർ. ഹായോട് ആ ചേട്ടൻ്റെ മോനായിരുന്നു കേട്ടോ. ആ ചേട്ടനും വൈഫും മോനുമാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ മോനാണെങ്കിൽ നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇന്ന് കുറേ നേരം അടുത്തൊക്കെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് വന്ന് അങ്ങനെ അവ അങ്ങോട്ട് ഓടിപ്പോയതാണ് കേട്ടോ. ആ ടൈമിൽ നമ്മൾ എന്താണ് സ്ട്രോബെറി പറിക്കാനായിട്ട് നമ്മൾ അകത്തോട്ടും കയറി. അപ്പോൾ അവർ രാവിലെ സ്ട്രോബെറി പറിച്ചായിരുന്നു. പഴുത്തതൊക്കെ അവർ പറിച്ചായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഉള്ളത് ഇവിടുന്ന് പറിച്ചിട്ട് ബാക്കി അവർ പറിച്ച് വെച്ചേക്കണേന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. എനിക്ക് തോന്നുന്നു 1 കിലോയാണ് വാങ്ങിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം പോയ സ്ഥലത്ത് നിന്ന് 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല മധുരമായിട്ട് നമ്മളിങ്ങനെ പറിച്ച് കഴിക്കുമ്പോഴത്തേന് സൂപ്പർ നല്ല ടേസ്റ്റും മധുരമായിരുന്നേ. അതിനിടയിലും മറ്റെന്താണ് ഇടവിള കൃഷി കണക്ക് അവർ ഈ ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നേരിട്ട് കാണുമ്പോഴത്തേന് അടിപൊളിയാണ് കേട്ടോ. ചുറ്റും മലകളും അതിൻ്റെ ഇടയിൽ ഈ കൃഷി സ്ഥലങ്ങളും ചെറിയ ചെറിയ വീടുകളും നമ്മൾ വേറെ ഒരു വൈബാണ്. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാനേ തോന്നത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഇതാണ് അവിടുത്തെ ചേച്ചി കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് നമുക്ക് സ്ട്രോബെറി പറിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ചേച്ചിയിലൂടെ കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നേ. അപ്പോൾ ഇക്കായൊക്കെ ആ ചേട്ടൻ്റെ കൂടെ ഇപ്പുറത്ത് വീട്ടിലോട്ട് വന്നിട്ട് ജാമും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ എനിക്ക് ആ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ഞാൻ ആ സ്ട്രോബെറിയുടെ വീഡിയോ മാത്രമേ എടുത്തു കേട്ടോ. അങ്ങനെ നമുക്ക് പറിച്ചാണ് നമുക്ക് കഴിക്കാൻ അവിടെ വെച്ച് കഴിക്കാനായിട്ട് നമുക്ക് പറിച്ച് കഴിക്കാം. പിന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് അവർ പറിച്ചു തരും. കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അത് പറിക്കുന്ന വഴിക്ക് അതിൻ്റെ വേരൊക്കെ ഇളകി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തോനെ പറിക്കുമ്പോൾ അവർ പറിച്ചു തരും. നമുക്ക് അവിടെ വെച്ച് കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി പറിച്ച് കഴിക്കാം.
നമ്മൾ അവിടെ നിന്ന് ഒരു കുപ്പി ജാമും അതുപോലെ സ്ട്രോബെറിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ജാമിന് എത്ര രൂപയായിരുന്നു എന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഇത് രണ്ട് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സ്കോഷും വൈനും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല. അതൊന്നും നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ ജാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നും ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി കേട്ടോ. പിന്നെ ഇപ്പം തന്നെ വൈകിട്ടായി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടേക്ക് ഒന്നും കൂടെ ചുറ്റിക്കറങ്ങിയിട്ട് നേരെ ഇനിയിപ്പോൾ നമ്മുടെ റൂമിലോട്ട് പോകണം. നമ്മുടെ വട്ടവട വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്. ഭയങ്കരമായിട്ട് എക്സ്പെർട്ടൊന്നും അല്ല നല്ലതുപോലെയൊക്കെ എടുത്തിടാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.